നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിന് വേണ്ടിയിട്ട് പോവാൻ റെഡി ആയി നിൽക്കുക. ദേ ഹെൽമെറ്റൊക്കെ വെച്ച് ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് പോണ വഴി കാണാം. ഓക്കെ, ബൈ ഗൈസ്. ഫൈനലി നമ്മളിവിടെ എത്തിട്ടോ. ഫുള്ള് തിരക്കാ, ഫുള്ള് തിരക്കാ. നമ്മളെ ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളൂ. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. ഇത് പുറകേക്കൊക്കെ കാണാം, ഇഷ്ടം പോലെ തിരക്കാം. ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് പുറകെ കാണാം. ഓക്കെ, ആറാട്ടുപുഴ ശാസ്താവിൻ്റെ തെടമ്പേറ്റിരിക്കുന്നത് തെച്ചിക്കോട്ടാവ് രാമചന്ദ്രനാട്ടോ. വലത്തെ കൂട്ട് തന്നെ തെച്ചിക്കോട്ടാവ് ദേവസ്വം ദേവിദാസനും, അപ്പുറത്ത് പിന്നെ പാർണകാവ് ദേവസ്വം കാശിനാഥനുമാണ് കേട്ടോ ഇടത്തെ കൂട്ട് വരുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് അത്യാവശ്യം മികവായ ആനകൾ തന്നെയാണ് കൊണ്ടുവരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളിയിട്ടുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പടമേളം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പാണ്ടിമേളത്തിൻ്റെ ആരംഭമാണ്. പാണ്ടിമേളം ഒരു 2 മണിക്കൂറോളം ഏകദേശം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ തീരുകലാശമാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ നമ്മുടെ പാണ്ടിമേളത്തിൻ്റെ കൊലമ്പൽ തുടങ്ങും കേട്ടോ. ഇതിപ്പോൾ പിന്നെ മെയിൻലി ഇവിടെ ആനകളെ അതേപോലെ തന്നെ ശാസ്താവിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിപ്പോൾ ഇവിടെ പറയെടുപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള പറകളും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ. പിന്നെ അതിൻ്റെ കാര്യം കാരണം കൊണ്ടാണ് മെയിൻലി ഇവിടെ ആദ്യം എഴുന്നള്ളിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം കുറച്ചും കൂടി മുൻപോട്ട് പോയിട്ട് സ്റ്റെപ്പിൻ്റെ അവിടേക്ക് എഴുന്നള്ളത്ത് തുടങ്ങാം കേട്ടോ. അവിടെ പാണ്ടിമേളത്തോട് കൂടിയുള്ള എഴുന്നള്ളത്തായിരിക്കും ഉണ്ടാകുക. പറയെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. ആനകളെ മുൻപോട്ട് നിർത്താനായിട്ട് കൊണ്ടുവരാണ്. ഇപ്പോൾ ആനകളായിട്ട് ഇപ്പോൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ മുൻപോട്ട് എഴുന്നള്ളിച്ചിട്ട് ശാസ്താവ് നിൽക്കുന്നുണ്ട്. തെച്ചിക്കോട്ടാവ് രാമചന്ദ്രൻ്റെ ശിരസിലേറിയിട്ടാണ് ശാസ്താവ് നിൽക്കണേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നമ്മുടെ ഒരു പാണ്ടിമേളത്തിൻ്റെ ഒരു ആസ്വാദനമാണ്. അമ്മാതിരി ജനസാഗരം കേട്ടോ. നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ അവസാന സമയത്തൊക്കെ കാണാം നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ പവർഫുള്ളായിരിക്കും എന്നുള്ളത്. മ്യൂസിക്കൽ ബാൻഡിനെക്കാട്ടും എന്തൊക്കെയോ ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു മേളങ്ങൾക്കും കാര്യങ്ങൾക്കും നമുക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്രയധികം ആസ്വാദന മികവാണ് പാണ്ടിമേളത്തിനും. ഇതിപ്പോൾ പെരുവനം സതീശേട്ടൻ്റെ നേതൃത്വത്തിൽ വരുന്ന പാണ്ടിമേളമാണ് കേട്ടോ. എലത്താളം ചെല്ലെങ്കിൽ ഏഷ്യാഡ് ശശിയേട്ടൻ്റെ അത്രയധികം പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ് വരുന്നുള്ള മേളം തന്നെയാണ്. ഏകദേശം പാണ്ടിമേളത്തിൻ്റെ അവസാന കാലത്തിലേക്ക് എത്തിയിട്ടാണ്. ഇപ്പോൾ ഇതേ അവസാന കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അത്രയധികം പീക്ക് ലെവലിൽ ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ കാണാൻ പറ്റും കേട്ടോ.
അവസാനിച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് കുറച്ച് ചടങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ എന്താ കഥ എന്ന് വെച്ചാൽ രാമൻ്റെ ശിരസിൽ കയറിയിരുന്ന ശാസ്താവിൻ്റെ തിടമ്പ് ഇപ്പോൾ നമ്മുടെ പാർമേകാവ് കാശിനാഥന് കൈമാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ചടങ്ങുകൾക്ക് കുറച്ച് ലേക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് രാമൻ്റെ ഇപ്പോൾ തിടമ്പ് ഇപ്പോൾ കൈമാറിയതിന് ശേഷം ഇപ്പോൾ പിന്നോട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ തലക്കെട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഊരിയൊക്കെ വേണ്ടിയിട്ട്. ശാസ്താവിനെ വണങ്ങിക്കൊണ്ട് ഇപ്പോൾ രാമൻ്റെ തിരിച്ചിറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. തെച്ചുകോട്ട രാമചന്ദ്രൻ മെയിനായിട്ട് എഴുതുന്നത് തറയ്ക്കപ്പൂരത്തിനാട്ടോ. അതായത് ആറാട്ടുപുഴ തറയ്ക്കപ്പൂരം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തറയ്ക്കപ്പൂരമാണ്. നാളെ ആണ് മെയിനായിട്ടുള്ള ആറാട്ടുപുഴ പൂരം. അതിന് രാമൻ ഉണ്ടാവില്ല. അത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അനുവദീയമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാമൻ പോകുന്നതോട് കൂടി തന്നെ നമുക്ക് അതിൽ കാണാം ഒരു ജനസാഗരം തന്നെ രാമൻ്റെ പിന്നാലെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എഴുന്നള്ളി വരുന്ന മെയിൻ പൂരങ്ങളിലൊന്നായിട്ടുള്ള ഊരാത്തമ്മ തിരുവടിയാണ് കേട്ടോ. സർവാഭരണ വിഭൂഷിതയായിട്ടാണ് വരാൻ. നമുക്കിപ്പോൾ അതിൽ പ്രത്യേകം നമുക്ക് കാണാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ട, നമ്മുടെ കോട്ടയുടെ ഉള്ളിൽ ഓലക്കോട്ട സ്പെഷ്യലായിട്ടുണ്ടാകും. അതിൽ ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങളും കാര്യങ്ങളും തൂക്കി തോരണങ്ങൾ പോലെ തൂക്കിയിട്ടിട്ടാണ് ഒരു വരവ് നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും കേട്ടോ. നമുക്കതിൽ അത്രയധികം ഐശ്വര്യത്തോടു കൂടിയിട്ടാണ് അമ്മയുടെ എഴുന്നള്ളത്. ഇത് ഒരു മെയിൻ ചടങ്ങാണ് കേട്ടോ. അതായത് ശാസ്താവിനെ വണങ്ങിക്കൊണ്ട് തിരിഞ്ഞ് കയറുക. 3 വട്ടം വലം വെച്ചിട്ട് തിരിഞ്ഞ് പിന്നോട്ട് കയറി വരും. നാളെ പൂരത്തിന് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഊരാത്തമ്മ തിരുവടി. അതിന് പിന്നെ നേരെ ഇറക്കിപ്പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം ഇറക്കിപ്പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ പൂരത്തിനായിട്ട് പിറ്റേ ദിവസത്തേക്ക് മെഴുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഊരാത്തമ്മ തിരുവടിയുടെ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് കോട്ടയുടെ ഉള്ളിൽ ഓലക്കുട വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അതിപ്പോൾ അത് മെയിനായിട്ടുള്ള കോട്ട ഊരിയതിന് ശേഷം ഓലക്കുട മാത്രം അതിൻ്റെ ഓലക്കുടയോട് കൂടിയിട്ടുള്ള അകമ്പടിയോട് അതേ ഊരാത്തമ്മ തിരുവടി ഇപ്പോൾ എഴുന്നുള്ളൂ കേട്ടോ. പറയെടുക്കാനും അതുപോലെ തന്നെ ഇറക്കി പൂജയ്ക്ക് വേണ്ടിയിട്ടോ. ഓലക്കൂടെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണട്ടെ. അതിന് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ തോരണങ്ങൾ അതിന് കൊടുക്കുന്നത്. അത് കാശിനാഥ്, അത് കാശിനാഥ് കേട്ടോ. ഇതിപ്പോൾ ശാസ്താവ് നാട് പ്രദക്ഷിണത്തിന് പോവാണ്. അതുപോലെ തന്നെ പറയെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ശാസ്താവ് മടങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വെട്ടിക്കെട്ടുണ്ടായിരിക്കും. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി വെട്ടിക്കെട്ടുണ്ട് കേട്ടോ. അപ്രാവശ്യം ഒന്നുകൂടി അനുമതി കിട്ടിയിട്ടുള്ള കാരണം കൊണ്ട് നല്ല പവറായിട്ട് പൊട്ടിക്കുന്ന തന്നെയാണ് പറഞ്ഞത്.
ഒട്ടും പ്രതീക്ഷിക്കാത്ത വെടിക്കെട്ട് തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വീര്യം കൂടിയ മിട്ടുകൾ തന്നെ ഉപയോഗിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ശാസ്താവ് നമ്മുടെ പറയെടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാട്ടുപ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആന കിട്ടു വന്നപ്പോൾ അമ്പാടിയുടെ അച്ഛൻ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അമ്പാടി പറയുന്നൊന്ന് കേട്ടോട്ടാ. കോലവും തിടമ്പും ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ കാശിനാഥനുള്ളിൽ പോവാണ്. ഇപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ വേഗം തന്നെ പുറത്തേക്ക് വരും കേട്ടോ. ഇന്നത്തെ അപ്പോൾ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഇപ്പം ഇനി ആറാട്ടുപുഴ പൂരം നമുക്ക് നാളെയാണ് വരണേ. നാളെ പകൽ തൊട്ട് തന്നെ പൂരങ്ങൾ തൊട്ടങ്ങും ഒരു ചെറുകിട പൂരങ്ങളായിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം പുലർച്ചെ മെയിൻ പൂരങ്ങൾ വെച്ചാൽ പുലർച്ചെയാണ്. തേവരുടെ എഴുന്നള്ളത്ത് എല്ലാ സംഭവങ്ങളും പുലർച്ചെയാണ് കേട്ടോ. കൂട്ടി എഴുന്നള്ളത്തും എല്ലാതും. കാശിനാഥൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതോടുകൂടി എല്ലാ പരിപാടികളും ഇന്നത്തെ കഴിഞ്ഞു. തലേദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഒന്നുകൂടി നമുക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.